അതുപോലൊരു സാഹചര്യം ഇന്നിപ്പോൾ ട്രംപിന്റെ മുമ്പിൽ വന്നിരിക്കുക. കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം അമേരിക്കയെ മറികടന്നിരിക്കുന്നു, കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതും ഏത് രംഗത്ത്? ചികിത്സാ രംഗത്ത്, ആരോഗ്യ പരിപാലന മേഖലയിൽ. അമേരിക്കയിലെ ഈ മേയർ തെരഞ്ഞെടുപ്പിന് വലിയ അടി പറ്റിയതാ. അടിയിൽ നിന്ന് ലക്കിടിയായിപ്പോയി, തല ഉയർത്താൻ മേലാത്ത ഒരു അവസ്ഥയായിപ്പോയി ട്രംപിന്. അവിടെ ആ സൊഹ്റാൻ മംദാനിയെ, ആളൊരു സോഷ്യലിസ്റ്റാ, പക്ഷെ ട്രംപ് പറയുന്നത് കമ്മ്യൂണിസ്റ്റാണെന്ന്. ആളെ ഒന്ന് തോൽപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കി, എന്നിട്ടും നടന്നില്ല. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇതുപോലൊരു മാരണം ഈ പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. മംദാനി ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് ട്രംപിന്റെ വിശ്വാസം. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തുവാ? മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സംസ്ഥാനം, കേരള സംസ്ഥാനം, ഇന്ത്യ പോലും അല്ലെന്നേ, ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം, അവിടമാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയേക്കാൾ മികച്ചതായിട്ട് വന്നിരിക്കുന്നത്. അത് പറയുന്ന ആരാ? അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ ഒന്ന് മാറ്റിയെടുത്തേ പറ്റൂ. പഴയതുപോലെ 1-ാം സ്ഥാനത്തേക്ക് എത്തണം. ഇപ്പൊ കേരളം നേടിയ നേട്ടമുണ്ടല്ലോ, കേരളത്തെ വീണ്ടും പിന്നാക്കം തള്ളിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ടെത്തിയേ പറ്റൂ. അതിനാണ് ഇപ്പോൾ സിറ്റുവേഷൻ റൂമിൽ ഈ വളരെ പ്രധാനപ്പെട്ട യോഗം നമ്മൾ ട്രംപ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിന്റെ തീരുമാനം എന്താണെന്ന് നമ്മൾ അറിയാൻ പോകുന്നില്ല. അതൊക്കെ രഹസ്യമാണല്ലോ, അതൊന്നും അവരാരോടും പറയത്തില്ലല്ലോ. അതാണല്ലോ അമേരിക്കയുടെ ഒരു രീതി. നമ്മളെപ്പോലും ഇങ്ങനെ പ്രസംഗിച്ചോട്ട് നടക്കുന്ന ഏർപ്പാട് അവർക്കില്ലല്ലോ. പക്ഷെ എന്തായാലും ഒരു കാര്യം ശരിയാ, ഉറപ്പാ, ഇനി സിറ്റുവേഷൻ റൂമിൽ ട്രംപും വാൻസും മറ്റുള്ളവരെല്ലാം കൂടി ഇരുന്ന് എന്തോ തീരുമാനമെടുത്താലും ഈ ഒരു കാര്യത്തിൽ, അതായത് ആരോഗ്യരംഗത്ത് കേരളത്തെ ഒന്നാമത് നിലനിർത്തുക എന്നുള്ള പ്രശ്നത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോ ആരോഗ്യമന്ത്രി വീണ ജോർജോ ഒരിഞ്ച് പുറകോട്ട് പോകാൻ പോകുന്നില്ല.